അങ്ങാടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആ ക്രിമിനൽസിന്റെ റിലേഷൻ, അതായത് അവരുടെ ബന്ധുക്കളൊക്കെ എന്തോ വലിയ വലിയ എന്തോ ചെയ്ത പോലെയാണ്, നല്ല അഹങ്കാരത്തോട് കൂടിയാണ് അവർ നടക്കുന്നത്. കാരണം ഉറക്കത്തിൽ വിളിക്കുക, മകനെ ഓർത്തിട്ട് വിളിക്കുക, അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. മുഖ്യമന്ത്രി പോട്ടെ, വിദ്യാഭ്യാസ മന്ത്രിക്കെങ്കിലും അവരുടെ വീട്ടിൽ ചെല്ലേണ്ട ഒരു കടമയില്ലേ? ഹലോ, നമസ്കാരം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്നത് നമ്മുടെ ഷഹബാസിന്റെ പുതിയ എന്തെങ്കിലും അപ്ഡേഷൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ലൈവ് ന്യൂസ് കണ്ടു. കേരളത്തിലെ ഓരോ അമ്മമാരും, ഞാനടക്കം നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ മുഖമായിരുന്നു അത്. ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് കഴിയില്ല. നമ്മുടെ പൊന്നുമോൻ ഷഹബാസിന്റെ ഉമ്മയുടെ മുഖമായിരുന്നു അത്. അതിൽ ആ ഉപ്പ പറയുന്നുണ്ട്, ഇവളിപ്പോഴും നോർമൽ ആയിട്ടില്ല, ഇടയ്ക്ക് അബ്നോർമൽ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്, രാത്രിയിൽ മകനെ വിളിച്ചിട്ട് അലറി കരയുന്നുണ്ട് എന്നൊക്കെ ആ ഉപ്പ അതിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരിക്കലും കേട്ടിരിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ആ ഉമ്മ ശരിക്കും ഒന്ന് ക്യാമറയിലോട്ട് നോക്കാതെയാണ് സംസാരിക്കുന്നത്. ഉമ്മക്ക് കഴിയുന്നില്ല. പക്ഷെ ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് മുഖ്യമന്ത്രിനെ നേരിട്ട് കണ്ടിട്ട് പരാതിയിൽ പറയണമെന്ന് പറയുന്നുണ്ട്. ഇതുവരെയുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾക്ക് തൃപ്തികരമാണെന്നാണ് അതില് ഷഹബാസിന്റെ ഉപ്പയും ഉമ്മയും പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. തന്റെ മകന് നീതി കിട്ടണമെന്ന് ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവരത് പറയുന്നത്. ചിലപ്പം ഇനിയും ഇതില് കുട്ടികൾ ഉണ്ടാകും. ആദ്യം 5 കുട്ടികളായിരുന്നു, ഇപ്പൊ 6 കുട്ടികളായി. ഇനിയും ഇതില് കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഇതിൽ എന്തെങ്കിലും ആയിട്ട് അറിയുന്നവരും ഉണ്ടാവും. കാരണം നെഞ്ചക്ക് പോലുള്ള ഒരു ആയുധങ്ങള് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അതൊരിക്കലും പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വീട്ടിൽ അത് കരുതി വെക്കുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ കയ്യിൽ ഇത് ഉണ്ടാവുമ്പോ ഇത് അറിയുന്ന മാതാപിതാക്കൾ ഉണ്ടാവില്ലേ, ഇത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇത് നമുക്കറിയാം, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്, അവർക്കിപ്പോ ഇത് നെഞ്ചക്ക് കൊണ്ടല്ലോ SSLC എഴുതുന്നത്. അതുപോലെ തന്നെ ഷഹബാസിന്റെ ഉപ്പ പറയുന്നുണ്ട്, ആ കൊലയാളികളുടെ, നമുക്ക് അങ്ങനെ തന്നെ പറയാം, കാരണം ഒരു കുട്ടിയെ മൃഗീയമായിട്ട് അടിച്ച് കൊലപ്പെടുത്തിയവരെ നമുക്ക് കൊലയാളികൾ തന്നെയാണ് വിളിക്കേണ്ടത്. ആ കൊലയാളികളുടെ ബന്ധുക്കള്, അവര് ഒരേ നാട്ടുകാരാണല്ലോ, ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്തോ അവര് വലിയ എന്തോ നല്ലത് ചെയ്ത രീതിയിൽ നല്ല അഹങ്കാരത്തോടെയാണ് നടക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സഹിച്ചു നിൽക്കുന്നത്? ശരിയല്ല അവര് പറയുന്നത്. ഇതിപ്പോ നേരെ തിരിച്ച് അവരുടെ കുട്ടിക്കാണെങ്കിൽ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ വെറുതെ ഇരിക്കോ? ഇല്ലല്ലോ. ഒരു പിതാവിന്റെ ഒരു അവസ്ഥയാണ് ആ പിതാവ് അതിലൂടെ പറയുന്നത്. അവർ നല്ല അഹങ്കാരത്തോടു കൂടി അവരെന്തോ നല്ല കാര്യം ചെയ്ത പോലെയാണ് അവരുടെ നടപ്പ് എന്ന്. ആ ഉമ്മ മുഖ്യമന്ത്രിനെ കാണണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നറിയോ? എങ്ങാനും ആ കേസിന് നീതി കിട്ടാതെ പോകുമോ, അതിലൊരു ഭയം, ഒരു അബ്നോർമൽ സിറ്റുവേഷനിലാണ് ആ ഉമ്മ അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പോഴും ആ ഉമ്മാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല തന്റെ മകന് തന്നെ വിട്ടു പോയിട്ടുണ്ടെന്ന്. കാരണം ഉറക്കത്തിൽ വിളിക്കുക, മകനെ ഓർത്തിട്ട് വിളിക്കുക, അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അതുപോലത്തെ ഉപ്പ പറയുന്നുണ്ട്, ചെറിയ കുട്ടികളെയും കൂടി അവർക്ക് നോക്കാം. കാരണം ചെറിയ കുട്ടിക്ക് 2-3 വയസ്സായിട്ടുള്ളൂ, ചെറിയ കുട്ടിനെയും കൂടി നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് ഉപ്പ പറയുന്നത്. എന്തൊരു അവസ്ഥയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഇതുവരെ അവരുടെ വീട്ടിൽ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ മുഖ്യമന്ത്രി ചെന്നിട്ടില്ലെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയെങ്കിലും ആ ഒരു വീട്ടിൽ ചെല്ലണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുള്ള പ്രോട്ടോകോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലാത്തത് കൊണ്ടാണോ നമുക്കറിയില്ല. SSLC പരീക്ഷ തീരാറായി, ഇനി വെറും 2 ദിവസം കൂടിയുള്ളൂ. ഇത് നമുക്ക് തീരാനാവുമ്പോ തന്നെ ഇവർക്ക് ടെൻഷനാണ്. കാരണം കഴിയാറായി, ഇനി ഇതൊന്നും ഇല്ലാതെ പോവോ? നമുക്ക് പറയാനൊരു കാരണം കൂടിയുണ്ട്, ഇവർ മൈനർമാരും കൂടി ആണല്ലോ, 18 വയസ്സ് തികയാത്തവരാണ്. പക്ഷെ ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണം. ആ ഉമ്മാന്റെ ഒരു രോദനമുണ്ട്, നിങ്ങൾക്ക് അറിയണം. സ്വന്തം മകനെ ഇല്ലാണ്ടാക്കിയവർ നാളെ പുറത്തിറങ്ങുമോ, എന്റെ മകന് നീതി കിട്ടില്ലേ എന്നൊരു ഭയമാണ് ആ ഉമ്മാന്റെ മുഖത്തുള്ളത്. മക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇനി നിങ്ങൾ എന്ത് തന്നെ ആയാലും പുറത്തിറങ്ങിയാലും ആ ഉമ്മാന്റെ കണ്ണുനീരിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റും. ആ ഉമ്മാന്റെ ഉപ്പാന്റെ എത്രയോ നല്ല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആണ് നിങ്ങൾ തല്ലി തകർത്തത്. ഇന്നത്തെ വീഡിയോ ഒരിക്കലും എന്നെ പോലത്തെ ഒരാൾക്ക് കണ്ടിരിക്കാൻ കഴിയില്ല ആ ഉമ്മായുടെ അവസ്ഥ. ഞാൻ നേരിട്ട് കാണണം, ഒരു ദിവസം പോകണം എന്നൊക്കെ വിചാരിച്ച ഒരു വ്യക്തി എന്നാ, എനിക്കറിയില്ല നേരിട്ട് കണ്ടിട്ട് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, എന്തെങ്കിലും പറയാൻ കഴിയോ ഒന്നും എനിക്കറിയില്ല. കാരണം നമുക്ക് ഇങ്ങനെ നേരിട്ട് മൊബൈലിലൂടെ കാണാൻ തന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങളൊന്ന് കണ്ടു നോക്കണം ആ ഉമ്മാന്റെ ഒരു അവസ്ഥ. അബ്നോർമൽ ആണ്. ഇടയ്ക്കിടക്ക് ഇപ്പോഴും ഉപ്പ പറയുന്നുണ്ട് നോർമൽ അല്ല, ഇടയ്ക്ക് എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക തന്നെയാണ്. ചെറിയ കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ല അവക്ക്. നിങ്ങളൊന്ന് ആലോചിക്കണം അവരുടെ അവസ്ഥ. അവരെ കൂടെ ആരും ഇല്ലാന്നൊരു
ഒരു ചിന്തയാണ് അവർക്ക്. കാരണം ആ ഉപ്പ പറയുന്നുണ്ട് അങ്ങാടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആ ക്രിമിനൽസിന്റെ റിലേഷൻ, അതായത് അവരുടെ ബന്ധുക്കളൊക്കെ എന്തോ വലിയ വലിയ എന്തോ ചെയ്ത പോലെയാണ്, നല്ല അഹങ്കാരത്തോട് കൂടിയാണ് അവർ നടക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? ആ ഉപ്പാന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. ഏതായാലും ഷഹബാസിന് നീതി കിട്ടണം എന്ന് കേരളം ഒന്നാകെ പറയുന്ന ഒരു കാര്യമാണ്. അവന് നമുക്ക് നീതി കിട്ടുന്നതിന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുകയാണ്. നമ്മൾ നീതിപീഠത്തോട് നമ്മൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ്. ഇനി ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഈ ഒരു അവസ്ഥ വരരുത്. ഇത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.